നമസ്തേ. ഒരു സ്റ്റീൽ ബ്ലേഡിനെ പോലും ഉരുക്കാൻ കഴിവുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിനുള്ളതെന്ന് പറഞ്ഞാൽ പലർക്കും അത്ഭുതമായിരിക്കും. അപ്പൊ ദഹനത്തിന് സഹായിക്കുന്ന ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH ബാലൻസ് എന്ന് പറയുന്നത് 1 to 3.5 ആണ്. മീൻ, മാംസം, അതുപോലെ തന്നെയുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിനെ ലഘൂകരിക്കുക, അതുപോലെ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന പെപ്സിൻ പോലുള്ള എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുക, കൂടാതെ വയറിനകത്തേക്ക് കടന്നു വരുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുക, ഇതെല്ലാം തന്നെ ഈ ഒരു ഗ്യാസ്ട്രിക് ആസിഡിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട വിറ്റാമിൻ B12, അയൺ, കാൽഷ്യം തുടങ്ങിയിട്ടുള്ള വിറ്റാമിൻസിനെയും മിനറൽസിനെയും ഒക്കെ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാസ്ട്രിക് ആസിഡിന്റെ pH ലെവൽ ബാലൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ദഹന പ്രശ്നങ്ങളെ നമ്മൾ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ദീർഘകാലത്തേക്ക് ഇത്തരത്തിലുള്ള ചെറിയ ദഹന പ്രശ്നങ്ങൾ പോലും അവഗണിച്ച് കൃത്യമായ ചികിത്സ നൽകാതിരിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡിന്റെ ലെവൽ ഇംബാലൻസ് വരുന്നു. ആമാശയത്തിൽ ആസിഡ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ വയറിളക്കം, വയറുവേദന, നെഞ്ചെരിച്ചിൽ, അതുപോലെ തന്നെ അൾസർ തുടങ്ങിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയിലേക്ക് ഇത് പിന്നീട് മാറുന്നു. അപ്പോൾ ദഹന പ്രശ്നങ്ങൾ തുടക്കത്തിലേ തന്നെ ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹെർബലി ടച്ച് ആയുർവേദ ഹോസ്പിറ്റലിൽ ദഹന പ്രശ്നങ്ങളുടെ മൂല കാരണം കണ്ടെത്തി അതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ചികിത്സകളും ജീവിതശൈലി മാറ്റങ്ങളുമാണ് ഞങ്ങൾ നൽകി വരുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഹെർബലി ടച്ചിന്റെ ചെങ്ങന്നൂരുള്ള ആയുർവേദ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക.